ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവവും സ്വതന്ത്രവുമായി നടക്കുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ സഹിതമുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവ് രാഹുൽജി ഇന്ന് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും മുൻപാകെ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. ആ കാര്യങ്ങൾ ഇതിനോടകം തന്നെ കോൺഗ്രസ് പാർലമെൻറ്റിലും ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളും ജനങ്ങളുടെ മുൻപിലും അധികാരികളുടെ മുൻപിലും ഉയർത്തിയ വിഷയമാണ്. അതിന് വ്യക്തമായ മറുപടിയില്ല. കൂടുതൽ തെളിവുകൾ സഹിതം ജനങ്ങൾക്ക് ഏവർക്കും ബോധ്യമാകുന്ന രൂപത്തിൽ ഇന്ന് ആ വിഷയം രാഹുൽജി ഉന്നയിച്ചിരിക്കുന്നു. അതിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ അറിയിക്കുകയാണ്. തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവമാക്കാൻ അധികാരികൾ ഉത്തരവാദികളാണ് എന്ന കാര്യം അവരെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രധാനമായും. രണ്ടാമത്, അമേരിക്ക അതിൻ്റെ പ്രസിഡൻറ്റിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ താരിഫ് നയം അത് ഇന്ത്യ രാജ്യത്തെ വളരെ ഗൗരവമായി ബാധിക്കുന്നു. പ്രത്യേകിച്ച് അത് കേരളത്തിലെ കാർഷിക മേഖലയെ തകർക്കുന്ന സംഭവങ്ങൾക്കിടയാക്കും. ആ കാര്യത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം മോഡി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ വിദേശ നയവും അതേപോലെ തന്നെ അമേരിക്ക ഇക്കാര്യത്തിലുള്ള സ്വീകരിച്ചിട്ടുള്ള നയങ്ങളും നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്നു, കാർഷിക മേഖലയെ ബാധിക്കുന്നു, സമ്പദ്ഘടനയെ ബാധിക്കുന്നു. കേരളം പോലുള്ള ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനത്തെ ഏറെ ബാധിക്കുന്നു. നാണ്യവിളകളുടെ വിപണനത്തെ സാരമായിട്ട് ബാധിക്കുന്നു. ആ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധം ഈ മാസം 9-ാം തീയതി മറ്റന്നാൾ ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആ നയത്തിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ എല്ലാവരും പങ്കെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ജാഗ്രത, രാജ്യത്താകെ ജാഗ്രത പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുൽജിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ ഇന്ന് തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നത്. കേരളവും അതിന് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു സംസ്ഥാനങ്ങളിലൊന്നാണ്. ഇതിനു മുൻപും വന്നിട്ടുണ്ട്. ഇതിനു മുൻപും തെരഞ്ഞെടുപ്പ് തെറ്റായ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട്. വ്യാജ വോട്ടുകൾ വന്നിട്ടുണ്ട്, ഇരട്ട വോട്ടുകൾ വന്നിട്ടുണ്ട്. ഇന്നതിൻ്റെ പ്രകടമായിട്ടുള്ളൊരു രൂപമാണ് തെളിവ് സഹിതം മാധ്യമങ്ങളുടെ മുൻപിൽ, ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. അത് കേരളവും എല്ലാവരും, രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളും എല്ലാ സംസ്ഥാനങ്ങളും ആ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പുനഃസംഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ധാരണകളിലേക്ക് എത്തിയിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഒന്ന്, കേരളത്തിലെ കോൺഗ്രസ് സംഘടന അതിശക്തമാണ്. KPCCയുടെ നേതൃനിരയിൽ മാത്രമാണ് അടുത്ത കാലത്ത് മാറ്റം വരുത്തിയിട്ടുള്ളത്. തുടർന്നുള്ള ശാക്തീകരണം, എല്ലാവരെയും മാറ്റുക എന്നുള്ളതല്ല, ശാക്തീകരണം, സംഘടനാ സംവിധാനം 2 തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ്, അതിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന നിലയിലുള്ള പ്രാഥമിക ചർച്ചകളാണ് ഞങ്ങൾ ഡൽഹിയിൽ നടത്തിയത്. അതിങ്ങോട്ട് വരാൻ പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, പാർലമെൻറ്റ് സെഷൻ നടക്കുകയാണ്. ദീർഘദിവസത്തെ പാർലമെൻറ്റ് സമ്മേളനമാണ്. MP-മാർക്ക് ശനിയോ ഞായറോ അവധി കിട്ടിയാൽ തന്നെ അവർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരക്കുണ്ടാവും. അതുകൊണ്ട് MP-മാരുടെ എല്ലാവരെയും കണ്ട അഭിപ്രായങ്ങൾ തേടുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ ടീം തന്നെ ഇവിടെ വന്ന് എല്ലാ MP-മാരുമായിട്ട് സംസാരിക്കാൻ, പ്രിയങ്ക ജി ഒഴിച്ചുള്ള എല്ലാ MP-മാരുമായിട്ട് 1-2 തവണ ആശയവിനിമയം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇനി കേരളത്തിലേക്ക് തന്നെ മടങ്ങി അവിടെയുള്ള നേതാക്കന്മാർ, അത് സംസ്ഥാന നേതാക്കന്മാരുണ്ട്, MLA-മാരുണ്ട്, DC പ്രസിഡന്റുമാരുണ്ട്, അവരെല്ലാവരുമായിട്ടും കേരളത്തിൽ തന്നെ ഒന്നുകൂടി ചർച്ച നടത്തി ഉചിതമായിട്ടുള്ള തീരുമാനം തക്ക സമയത്ത് നടത്തും. ആ കാര്യത്തിൽ ഏതെങ്കിലും മുൻധാരണയോടുകൂടിയല്ല വന്നിട്ടുള്ളത്. അതിന് ധൃതി പിടിച്ച ഹറിബറിയില്ല. എന്നാൽ സമയബന്ധിതമായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റേതായ രൂപത്തിൽ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കും. ഒരു തരത്തിലും ഒരു പരാജയമില്ല. വളരെ വിജയകരമായിട്ടുള്ള ചർച്ചകളാണ്. ഡൽഹിയിലെ ചർച്ച പൂർത്തിയാക്കിയോ? അതിനിയും ഡൽഹിയിലേക്ക് എപ്പോഴും വരാൻ, എപ്പോഴാണ് മടങ്ങുന്ന നാട്ടിലേക്ക്? അത് ഇനിയും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്, ഓരോരുത്തരുടെ സൗകര്യത്തിന് എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. എപ്പോഴെങ്കിലും ആരോടെങ്കിലും അവരൊറ്റ കാര്യം, 10-ാം തീയതി എന്നുള്ളൊരു സമയം ഏതെങ്കിലും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറഞ്ഞുവെന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയാം. ഇന്നലെ തീരുമാനമുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ പല നേതാക്കളും ഇവിടുന്ന് പുറപ്പെടേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റുകൾ റദ്ദാക്കി തുടരുന്ന സാഹചര്യം അത് പല കാര്യമല്ലേ. അതായത് സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന സൂചന. ഒരു തർക്കമില്ല.
അപ്പോൾ ശരി അപ്പോൾ ശരി KPCC ഭാരവാഹികളായിട്ട് നിലവിലുള്ളവരെ നിലനിർത്തുമോ അതോ പുതിയ യു സജസ്റ്റ്